إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون ولو نشاء جعلناه أجاجا فلولا تشكرون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ ചെറുതും വലുതുമായ എല്ലാ വിധിവിലക്കുകളെയും ജീവിതത്തിൻ്റെ സർവ രംഗങ്ങളിലും സമയസന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സവിധത്തിൽ നിന്നുള്ള കാരുണ്യം നഷ്ടപ്പെടാതെ അവൻ്റെ കരുണയിലും കടാക്ഷത്തിലും പ്രാർത്ഥനയോടെ പ്രവർത്തനങ്ങളോടെ പ്രതീക്ഷയർപ്പിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്. ധർമ്മനിഷ്ഠ കൊണ്ട് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതത്തിൻ്റെ അവസാന സമയം വരെ അള്ളാഹു നമുക്കേവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. പ്രതികൂലമായ കാലാവസ്ഥയും അതിനോടനുബന്ധമായ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമായി നമ്മിൽ വർഷിക്കുന്ന മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അള്ളാഹു അത് നൽകുകയല്ലാതെ വർഷിപ്പിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല എന്നും നമുക്കറിയാം. എന്തൊക്കെ ടെക്നോളജികളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വലിയ അളവിൽ മനുഷ്യരെയും മണ്ണിനെയും മനസ്സിനെയും ഒക്കെ തണുപ്പിക്കണമെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴ, വെള്ളം അനിവാര്യമാണ്. അത് വറ്റിച്ച് കളഞ്ഞാൽ അത് കൊണ്ടുവരാൻ ആരുമില്ല. അതതിൻ്റെ പരിധി വിട്ടുകൊണ്ട് വർഷിക്കപ്പെട്ടു കഴിഞ്ഞാലും പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തുകയേ മനുഷ്യ സമൂഹത്തിന് നിവൃത്തിയുള്ളൂ, നിർവാഹകമുള്ളൂ എന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മഴ പരീക്ഷണം,
മറുഭാഗത്ത് അത് കിട്ടാത്തത് കൊണ്ടുള്ള പരീക്ഷണവും അതൊരു വരൾച്ചയിലേക്ക് വരെ എത്തിച്ചേരുമോ എന്ന ആശങ്ക നമ്മൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. പഴമക്കാരും ജീവിതാനുഭവങ്ങൾ എമ്പാടുമുള്ള ആളുകൾ പലരും പറയുന്നു, ഇത്ര തീക്ഷ്ണമായ ഒരു ചൂട് നമ്മുടെ ഈ കേരളക്കരയിൽ, നമ്മുടെ ഈ ചുറ്റുപാടിൽ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അങ്ങേയറ്റം ശരിയാണ് എന്ന് ബോധ്യം വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് എന്ന അധ്യായം, 62-ാമത്തെ അധ്യായം, അതിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഖുൽ, പ്രവാചകരെ പറയുക, അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഗീൻ. ഇൻ അസ്ബഹ മാഉകും ഗൗറൻ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, കുളിക്കുകയും കുടിക്കുകയും ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജലത്തെ അങ്ങ് വറ്റിച്ചു കളഞ്ഞാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, പിന്നെ നിങ്ങൾക്ക് ആരാണ് ഉറവ് ജലം, വെള്ളം നിങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. കൃത്രിമമായി മഴ പെയ്യിപ്പിക്കാം, പക്ഷേ അതിൻ്റെ അനന്തരഫലവും അതിൻ്റെ പ്രയാസങ്ങളും കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ചെലവും അതിൻ്റെ ചർച്ചയും മറ്റൊരു ഭാഗത്ത്. പക്ഷെ അതൊന്നും മനുഷ്യ സമൂഹത്തിന്, മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമൊക്കെ അവരുടെ ജീവിതത്തെ സന്തുലിതവും സമാധാനപൂർണവും ആക്കുന്ന വിധത്തിലുള്ള ജലലഭ്യതയിലേക്ക് നയിക്കുകയില്ല. അത് അല്ലാഹ് തന്നെ നൽകണം. ആമുഖമായി ഓതിവെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ 68 മുതൽ 70 വരെയുള്ള സൂക്തങ്ങളിൽ അല്ലാഹ് നമ്മോട് ആവശ്യപ്പെടുകയാണ്, ചിന്തിക്കാൻ പറയാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, അഫറഅയ്തും, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ, അൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ജലത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ജലം ഉണ്ടാക്കാൻ കഴിയില്ല. അതിൻ്റെ സമവാക്യങ്ങളൊക്കെ നമ്മുടെ മക്കളും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാകും, പഠിക്കുന്നുണ്ടാകും. 2 ഹൈഡ്രജനും ഓക്സിജനും കൂടിയ ജലമാകുമെന്ന്. എന്നാൽ ആരും ഹൈഡ്രജനും ഓക്സിജനും കൂട്ടി ജലമുണ്ടാക്കുന്ന കമ്പനി വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അത് H2O ആണ് ജലത്തിൻ്റെ സമവാക്യം, സൂത്രവാക്യം എന്നൊക്കെ പറയാമെന്നല്ലാതെ, പഠിക്കാമെന്നല്ലാതെ അതെല്ലാം പരസ്പരം സമ്മേളിക്കപ്പെട്ടിട്ടുള്ള ആ മിശ്രിത ജലത്തെ ഇറക്കാൻ പടച്ച റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് അല്ലാഹ് ചോദിക്കുന്നത്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ജലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. ഈ ഭൂമി ഒരു ജലഗോളമാണ് അല്ലേ? ഇതിനെ ബ്ലൂ പ്ലാനറ്റ് എന്നാ പറയൽ, ജലഗോളം. അതിലെ 97% അല്ലെ ഭൂമിയിൽ ജലം. ആ ജലം 97% ഉപ്പ് കലർന്നതാണ്. ഇനി ബാക്കിയുള്ള ശതമാനത്തിൽ തന്നെ മാലിന്യം കലർന്നത്. ശുദ്ധജലമായിട്ടുള്ളത് 1% താഴെ എന്നൊക്കെയാണ് പഠനം. ഈ 1% താഴെയുള്ള ശുദ്ധജലം കൊണ്ട് മനുഷ്യർക്ക് 800 കോടിയിലധികമുള്ള മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം. അത് പറ്റുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലചക്രമണം, കാലാവസ്ഥാ ഭേദങ്ങളിൽ ഇതിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആവർത്തനമായി കൊണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ? നന്ദി കാണിക്കുന്നുണ്ടോ? വിനയാന്വിതരായി തീരുന്നുണ്ടോ? ആ അനുഗ്രഹം തടസ്സപ്പെടാൻ സാധ്യതയുള്ള അധർമ്മങ്ങളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, അനാശാസ്യങ്ങളിൽ നിന്ന്, പടച്ച റബ്ബിന് എതിര് നിൽക്കുന്ന വിധത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ കർമ്മകാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് സന്മനസ്സുള്ളവരായി തീരാനുള്ള ഒരുക്കണ്ടോ? ഒക്കെ അല്ലാഹ് നോക്കുന്നുണ്ട്. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അൻതും, നിങ്ങളാണോ? മനുഷ്യരോട് പറയാ, അധികാരം കൊണ്ട്, സൗകര്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട് പല സംവിധാനങ്ങളിലൂടെയും അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. അൻതും, നിങ്ങളാണോ? അൻസൽതുമൂഹു, അതിനെ വർഷിപ്പിക്കുന്നത് മിനൽ മുസ്നി, മഴമേഘ കീറുകളിൽ നിന്ന്. സൂറത്തുൻ നബയിൽ പറഞ്ഞില്ലേ, വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, മഴമേഘങ്ങളിൽ നിന്ന് കുത്തിച്ചൊരിയുന്ന വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കി തന്നില്ലയോ എന്ന്. എത്ര മനോഹരമാണ് അല്ലേ? ആ മഴമേഘങ്ങളിൽ നിന്ന് കുത്തിച്ചൊരിയുന്ന വെള്ളം അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് മണ്ണ് തണുക്കും, മനുഷ്യന്റെ മനസ്സും തണുക്കും. സമൃദ്ധിയായിട്ടുള്ള അള്ളാഹുവിന്റെ നിഅമത്ത് വർഷിക്കപ്പെടുമ്പോൾ വല്ലാത്തൊരാശ്വാസമാണ്. അല്ലാഹ് പറയാ, ആരാണത് ഇറക്കി തരുന്നത്? നിങ്ങൾക്കതിന് സാധിക്കോ? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാമാണോ അത് ഇറക്കുന്നവൻ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ,
ജഅൽനാഹു ഉജാജാ, അതിനെ ഉപ്പ് കലർന്ന വെള്ളവുമാക്കാമായിരുന്നു എന്ന്. ഇനിയിപ്പോൾ മഴയില്ലാത്ത അവസ്ഥയിൽ ആ പെയ്യുന്ന മഴ വെള്ളമെങ്ങാനും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലാണെങ്കിലോ, കടൽ ജലത്തിന് സമാനമായ ഉപ്പ് വെള്ളമാണ് വർഷിക്കപ്പെടുന്നതെങ്കിലോ അവസ്ഥ എന്തായിരിക്കും? അള്ള വിചാരിച്ചു കഴിഞ്ഞാൽ, അള്ള നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതങ്ങ് നിർവഹിക്കും. കാരണം എന്താ? മനുഷ്യന്റെ പ്രവൃത്തികളും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിഅമത്തുകൾ പിൻവലിക്കാൻ പാകത്തിലുള്ള അധർമ്മങ്ങളിലൂടെയാണ് മനുഷ്യന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും, എവിടെ അത് ഗാസയിലേക്കായാലും നമ്മുടെ രാജ്യത്തേക്കായാലും വിവിധ സ്ഥലങ്ങളിലേക്കായാലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ജീവജാലങ്ങളുടെ വില പോലും മനുഷ്യ ജീവനുകൾക്ക് കൊടുക്കാത്ത, മനുഷ്യൻ തമ്മിലടിക്കുന്ന വംശീയതയും വർഗീയതയും തമ്മിൽ തല്ലും എല്ലാം ഒരു അനുഗ്രഹം നിഷേധിക്കപ്പെടാനുള്ള കാരണങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തോന്നിയവാസങ്ങൾ, അധാർമികതകൾ. പത്രമെടുക്കുമ്പോൾ കർണാടക സ്റ്റേറ്റിൽ നിന്ന് വൃദ്ധയെപ്പോലും വെറുതെ വിടാത്ത രൂപത്തിലുള്ള പോർണോഗ്രഫി, ഒരു സൈക്കോ എന്നിട്ട് നാട് വിട്ടിരിക്കുകയാണ്. അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള കാബാലികമായിട്ടുള്ള അധാർമിക അശ്ലീലത, ലൈംഗിക ആഭാസങ്ങൾ, ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ ആരെങ്കിലൊക്കെ ചെയ്യുമ്പോൾ അവിടെയല്ലേ എന്ന് നമ്മൾ പറയും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിൽ കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസവും സൽക്കർമ്മവും ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ നിന്നും തുറവി നൽകാം, അതല്ലെങ്കിൽ പരലോകത്ത് എന്തായാലും അവർക്ക് തുറവി ഉണ്ടാക്കി തരുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല നിലക്ക് പലതും നടന്നുകൊണ്ടിരിക്കും. അതൊക്കെ അങ്ങനെ തോന്നിയവാസങ്ങൾ പെരുകിക്കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷണങ്ങൾ പേടിക്കണം, പരീക്ഷണങ്ങളെ കാത്തിരിക്കണം, ശിക്ഷയെ കാത്തിരിക്കണം, അനുഗ്രഹങ്ങൾ പിൻവലിക്കുന്നതിൽ നിങ്ങൾ ആശങ്കപ്പെടണം. അതേപോലെ തൂക്കത്തിൽ കൃത്രിമത്വം കാണിക്കുക, അതുപോലെ തന്നെ അതിക്രമകാരികളായ ഭരണാധികാരികൾ അതിൻ്റെ മുഖാന്തരം കടന്നു വരുമെന്ന് പറയുക. അങ്ങനെ ഭരണാധികാരികൾ അന്യായം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സക്കാത്ത്, ആ ഹദീസിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ടതാണ്. സക്കാത്ത് അവർ നൽകാതിരിക്കുന്ന പക്ഷം ആകാശ ലോകത്ത് നിന്നുള്ള മഴ അവർക്ക് തടയപ്പെടാതിരിക്കില്ല. സക്കാത്ത് കൊടുക്കേണ്ട വിധത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കിട്ടേണ്ട വിധത്തിലുള്ള നിഅമത്ത് കിട്ടാതെ പോകും. നമ്മളൊക്കെ ആലോചിക്കുക, റമദാനൊക്കെ കഴിഞ്ഞു, കാൽക്കുലേഷനൊക്കെ നടത്തി കൃത്യമായി അതിൻ്റെ കൗണ്ട് അനുസരിച്ച്, അളവനുസരിച്ച്, നിസാബ് അനുസരിച്ച് കൊടുത്തു കൂട്ടിയിട്ടുണ്ടോ? സുബഹിസ്കരിക്കുന്നുണ്ട് ടൈമിൽ, ബഹുറിസ്കരിക്കുന്നുണ്ട്, അസർ, മഗ്രിബ്, ഇശ, രാത്രി നമസ്കാരവും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഹബുൽ അമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ലാ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കർമ്മം തുടരുന്ന കർമ്മമാണ്, അളവ് കുറഞ്ഞാലും എന്ന നിലക്ക് റമദാനിക ജീവിതത്തിന് തുടർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ റമദാനിലടക്കം കാൽക്കുലേഷൻ നടത്തി കൊടുത്തു വീട്ടേണ്ട നിർബന്ധ ദാനമാകുന്ന സക്കാത്ത് കൊടുത്തു വീട്ടാതെ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി കാരുണ്യത്തിന്റെ മഴ പ്രതീക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് പറയാം. ഇനി എന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ലഭിക്കുന്നതും അതിലൊരു പ്രതീക്ഷയുണ്ടായി തീരുന്നതിൻ്റെ കാരണം നമ്മൾ നന്നാകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അങ്ങേറ്റ അടുത്തത് കൊണ്ടോ ആയിരിക്കണമെന്നില്ല. പിന്നെ എന്താണ് അള്ളാഹു അത് വർഷിപ്പിക്കുന്നത് ചോദിച്ചാൽ, ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തതിൽ മൃഗങ്ങൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഒട്ടും മഴ ലഭിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ അവസാനിപ്പിക്കുന്നത്. ഇതിന്റെ വിശദീകരണത്തിൽ ഖാല മുജാഹിദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇദാ അജ്ദബത്തിൽ അർളു ഖാലത്തിൽ ബഹായിമു, ഭൂമി അങ്ങ് വറ്റി വരളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബഹായിമു, കന്നുകാലികൾ പറയുമത്രേ, ഹാദാ മിൻ അജലി ഉസാത്തി ബനി ആദം, ആദം സന്തതികൾ, മനുഷ്യ മക്കൾ ചെയ്തതിന്റെ പരിണിത ഫലമായിക്കൊണ്ടാണ് ഞങ്ങൾക്ക് പോലും ലഭിക്കേണ്ട ഈ മഴ ലഭിക്കാതെ പോകുന്നത് എന്ന് കന്നുകാലികൾ പറയുമെന്നാണ്. ലഅനല്ലാഹു ഉസാത്ത ബനി ആദം, ആദം സന്തതികൾ അല്ലാഹു ശപിക്കട്ടെ എന്നാണ്. അപ്പോൾ ജീവജാലങ്ങൾക്ക് വരെ ജലം ലഭിക്കാതെ പോകുന്നതിന്റെ കാരണക്കാരായി മാറുന്നത് ആരാണ്? അവരല്ല, മനുഷ്യരാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തു റൂമിലെ 41-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദി അമിലു ലഅല്ലഹും യർജിഊൻ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ബിമാ കസബത്ത് അയ്ദിൻ നാസ്, ബിമാ കസബത്തിൽ ഹൈവാൻ എന്ന് പറഞ്ഞിട്ടില്ല. മൃഗങ്ങളെ കൊണ്ട്, സസ്യലതാദികളെ കൊണ്ട്, ഇതര ജീവജാലങ്ങളെ കൊണ്ടൊന്നും ഈ പ്രകൃതിക്കോ ഈ പ്രപഞ്ചത്തിനോ മണ്ണിനോ മനുഷ്യർക്കോ മലകൾക്കോ ഒരു പ്രയാസവും ഉണ്ടാകാറില്ല. എന്നാൽ ബിമാ കസബത്ത് അയ്ദിൻ നാസ്, മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ടാണ് കരയിലും കടലിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. ലിയുദീഖഹും ബഅദല്ലദി അമിലൂ, തങ്ങൾ പ്രവർത്തിച്ചതിൽ ചിലർ പ്രവർത്തിച്ചതുകൊണ്ട് അത് ചിലർക്ക് തന്നെ പരസ്പരം ആസ്വദിപ്പിക്കുകയാണ് അല്ലാഹു.
പലരും ചെയ്തതിൻ്റെ പരിണിത ഫലമായിക്കൂടെ അതിൻ്റെ പ്രയാസം നമ്മിൽ പലരും അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ലഅല്ലഹും യർജിഊൻ, എന്തിനു വേണ്ടി ഇതൊക്കെ അനുഭവിക്കുന്നത്? അവർ മടങ്ങിയേക്കാം, അവർ എന്നിലേക്ക് തിരിച്ചു വന്നേക്കാം എന്ന നിലക്ക. എങ്ങനെയാ തിരിച്ചു വരേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 96-ാമത്തെ ആയത്തിൽ, വലൗ അന്നാ അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്. വലൗ അന്നാ അഹ്ലൽ ഖുറാ, ആ ഗ്രാമീണരായ ആളുകൾ ആയിരുന്നെങ്കിൽ, ആമനൂ, വിശ്വാസികളാകുക, വത്തഖൗ, സൂക്ഷ്മത പാലിക്കുക, വിശ്വാസത്തിൽ നിന്നുള്ള ധർമ്മനിഷ്ഠ പാലിച്ച് ജീവിക്കുക, നേരും നെറിയോടെയും ജീവിക്കുക, ലഫതഹ്നാ, അവർക്ക് നാം തുറന്നു കൊടുക്കും, അലൈഹിം, അവരുടെ മേൽ, ബറകാതിൻ മിനസ് സമാഇ വൽ അർള്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും അനുഗ്രഹങ്ങൾ അവർക്ക് മേൽ നാം തുറന്നു കൊടുക്കുന്നതാണ് എന്ന് പറയാൻ. നല്ല ഈമാൻ, അതേപോലെ തന്നെ തഖ്വയോടുകൂടിയുള്ള ജീവിതം, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹ് നിഅമത്ത് നൽകും, അള്ളാഹ് പരീക്ഷിക്കും. പക്ഷേ അള്ളാഹ് പരാജയപ്പെടുത്തൂല. നോക്കുകയാണ് അള്ളാഹു ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ നീങ്ങണത്. റബ്ബിലേക്ക് മടങ്ങുണ്ടോ? പാപമോചനം തേടുണ്ടോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ തന്നെ ശിർക്ക് കലർത്തുന്നുണ്ടോ? അതിൽ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി വഴിവിട്ട മാർഗങ്ങളിലേക്ക് പോകുന്നുണ്ടോ? അള്ളാഹ് നോക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്ത് വലിയ വരൾച്ച ഉണ്ടായി. പ്രളയത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? 950 വർഷം പ്രബോധനം ചെയ്ത, ലൈലം വനഹാര, രാപ്പകൽ ഭേദമന്യേ അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്ത് മഹാപ്രളയം ഉണ്ടായി. ആ മഹാപ്രളയത്തിന്റെ മുമ്പ് മഹാവരൾച്ചയും ഉണ്ടായി. ആ വരൾച്ചയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിലെ 10 മുതൽ 13 വരെയുള്ള സൂക്തങ്ങളിൽ, ഫഖുൽതു, ഞാൻ പറഞ്ഞു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, ഇസ്തഗ്ഫിറൂ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തണേ. പാപങ്ങളുടെ ആധിക്യം കൊണ്ടാണ് അനുഗ്രഹങ്ങളിൽ കുറവ് വരുന്നത്. അതിന് പാപങ്ങളിൽ നിന്ന് രക്ഷ തേടുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഇന്നഹു കാന ഗഫാറാ, തീർച്ചയായും അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഈ ആയത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായി. ആ വരൾച്ച ഉണ്ടായപ്പോൾ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും നമസ്കാരമൊക്കെ നടന്നു. ആ നമസ്കാരത്തിനടക്കം പ്രാർത്ഥനയിലുമൊക്കെ ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുകയുമാണ്. താങ്കൾ മഴയ്ക്ക് വേണ്ടി ചോദിക്കണില്ലല്ലോ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഇസ്തിഗ്ഫാർ ആണല്ലോ നടത്തുന്നത് എന്ന്. ആ സമയത്താണ് ഈ ആയത്ത് ഓതിക്കേൽപ്പിച്ചത്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, അള്ളാഹുവിലേക്ക് പാപമോചനം തേടണം. നിങ്ങൾ അള്ളാഹുവിലേക്ക് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയണം. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തൊരു ആഗ്രഹവുമായിട്ടാണോ സമ്മേളിച്ചത് എങ്കിൽ കോരിച്ചൊരിയുന്ന മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിങ്ങൾക്ക് അവൻ നൽകും. വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അള്ളാന്റെ ആയാത്തുകളാണിത്. വയുംദിദുകും ബിഅംവാലിൻ, സമ്പത്ത് അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വബനീന, മക്കളെ സന്താന സൗഭാഗ്യം നൽകും അവൻ. വയജ്അൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ നൽകും. വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങളുടെ നദികളിൽ വെള്ളവും അവൻ നൽകും, നദിയും തോട്ടങ്ങളും ഒക്കെ നൽകും. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ അതിൻ്റെതായ ഒരു വഖാറത്ത്, ഒരു ഗൗരവം നിങ്ങൾ കൊടുക്കാത്തത്? ഇത്രയധികം പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും റബ്ബിലേക്കൊന്ന് മടങ്ങി ചോദിച്ച് ഒന്ന് വാങ്ങാനുള്ള മനസ്സ് എന്താണ് നിങ്ങൾ കാണിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. നമ്മൾ സൂര്യനെ പഴിച്ചുകൊണ്ടിരിക്കുക, ചൂട് കൂടുമ്പോൾ സൂര്യനെ പഴിക്കുക. ഞാനിങ്ങനെ സൂര്യനുമായി ബന്ധപ്പെട്ട് വായിച്ചപ്പോൾ അള്ളാഹ് നമുക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹം അല്ലേ, 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ വിശാലതയുള്ള സൂര്യൻ എന്ന് പറയുന്ന ആ വലിയ ഒരു ഗോളം അല്ലേ, ഒരു പ്ലാസ്മ ഗോളാണ്. ഖരം, ദ്രാവകം, വാതകം എന്നൊക്കെ പറഞ്ഞ് ഈ പദാർത്ഥത്തിന്റെ 3 അവസ്ഥകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ആ 4ാമത്തെ അവസ്ഥയിലാണ് ഒരു പ്ലാസ്മ ഗോളമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ആ സൂര്യൻ അവിടെ ജ്വലിക്കുന്നത് കൊണ്ട് അവിടെ വെളിച്ചം കിട്ടുന്നത്. ആ വെളിച്ചം കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ അന്നജവും അതേപോലെ തന്നെ സോളാർ എനർജിയും അതല്ലാത്ത ഊർജവും ഒക്കെ ഇവിടെ ലഭിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിൽക്കേണ്ട സ്ഥലത്താണ് നിർത്തിയിട്ടുള്ളത്, സംവിധാനിച്ചിട്ടുള്ളത്. ഒരളവ് ഇങ്ങോട്ട്, ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് താഴ്ന്നാൽ ഇവിടെ ചുട്ട് ചാമ്പലായി കത്തിച്ചാമ്പലാകും. 1,50,00,000 സെൽഷ്യസ് താപനിലയിലാണ്
അല്ലെ? സൂര്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണത്, ജ്വലിച്ചുകൊണ്ടിരിക്കണത്, അതിൽ നിന്നൊരു പൊട്ടെങ്ങാനും ഇങ്ങോട്ട് വീണാൽ, ഒരു സൂചിയുടെ ഒരു പൊട്ട് ഈ ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ ആ പതിച്ച ഭാഗം 100 കിലോമീറ്റർ കത്തിച്ചാമ്പലാകുന്നതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വജഅൽനാ സിറാജൻ വഹാജ എന്ന നിലക്ക് സംവിധാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ രശ്മികൾ 7-8 മിനിറ്റുകൾക്കുള്ളിൽ 15 കോടി കിലോമീറ്റർ, ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. ആ സൂര്യനിൽ നിന്നാണ് 7-8 മിനിറ്റുകൾക്കകം ഇവിടേക്ക് പ്രകാശത്തുന്നത്. ആ പ്രകാശം എത്തുന്ന സമയത്ത് ഈ ഭൂമിയുടെ മുകളിലുള്ള ആവരണങ്ങൾ, വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തു അംബിയായിലെ 30-ന് ശേഷമുള്ള സൂക്തങ്ങളിൽ ഈ ഭൂമിക്ക് മീതെയുള്ള ആവരണങ്ങളെക്കുറിച്ച്, അടുക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്ന കാലത്തൊന്നും ആ കാലത്തുള്ള പ്രവാചകനടക്കമുള്ള സഹാബികൾക്ക് അത് പരിചയമില്ല. ഇന്ന് നമ്മളത് കണ്ടെത്തി. സൂര്യൻ ആ വെളിച്ചം, ആ പ്രകാശം വന്നാലേ അതിനൊക്കെ അന്തരീക്ഷത്തിലൂടെ സ്ട്രോഫോഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് ഈ ഭൂമിയിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് അതൊക്കെ അള്ളങ്ങനെ സ്വാംശീകരിച്ച് പ്രത്യേക വ്യവസ്ഥയിലൂടെ നൽകി. പക്ഷേ എന്നിട്ട് നമുക്ക് ചൂട് സഹിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താ? അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ സംവിധാനിച്ചതിന് പ്രശ്നം ഉണ്ടായത് കൊണ്ടാണോ? അല്ല. ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? ആരാണ് ഓസോൺ പാളികൾക്ക് പ്രശ്നം ഉണ്ടാക്കിയത്? ആരാണ് മരങ്ങൾ വെട്ടിമുറിച്ചത്? ആരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ താളാത്മകമായ മുന്നോട്ട് പോക്കിന് ഭംഗം സംഭവിപ്പിച്ചത്? അതാണ് ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. ചൂട് കൂടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആത്മീയവും ഭൗതികവും ഐഹികവും ധാർമ്മികവുമായ നിലപാടുകൾ സ്വീകരിക്കണം. അത് സ്വീകരിക്കുന്നതിൻ്റെ കൂടെ ചൂടുകൂടി വറ്റി വരണ്ട് വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അത് കിട്ടാൻ വേണ്ടി പടച്ചറബിലേക്ക് മടങ്ങി ഇസ്തിഗ്ഫാറുകളിലൂടെ, നന്ദി പ്രകാശനത്തിലൂടെ, സൽക്കർമ്മത്തിലൂടെ, ധർമ്മനിഷ്ഠയുള്ള ജീവിതത്തിലൂടെ പരിഹാരം കാണുകയും വേണം. ആത്മീയവും ഭൗതികവുമായ പരിഹാരങ്ങൾ വിശ്വാസി സമൂഹം, മനുഷ്യ സമൂഹം നേടിയെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും, സഹായിക്കും. അല്ലാഹു അത്തരത്തിൽ അനുഗ്രഹം നൽകപ്പെടുകയും എന്നാൽ ചെയ്തി കൊണ്ട് അനുഗ്രഹം നിഷേധിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഉത്തമരായ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അനുഗ്രഹീതമായ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. പ്രതികൂലമായ കാലാവസ്ഥകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുകൂലമാക്കി തരുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയോടെ, സൽക്കർമ്മ നിരതയോടെ ജീവിക്കുന്ന ഉത്ബുദ്ധരിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷത്തെ തൊഴിലാളി ദിനം മെയ് 1 കഴിഞ്ഞുപോയി. അതിനെക്കുറിച്ചുള്ള പല ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ഉണ്ടായി. എന്തിനാണ് അങ്ങനൊരു ദിനം എന്നതിനെക്കുറിച്ചും പല ആളുകൾക്കും ബോധ്യമുള്ളതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ തൊഴിലെടുക്കുക, അധ്വാനിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ മാഹാത്മ്യമുള്ള സംഗതിയാണ് എന്ന് പറയേണ്ടതില്ല. വജഅൽന നഹാറ മആശ, പകലിനെ നാം ജീവിത സന്ധാരണ വേളയാക്കിയിരിക്കുന്നു. അപ്പം അധ്വാനിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ജുമയിൽ പങ്കെടുത്ത് ജുമാ കഴിഞ്ഞാൽ വീണ്ടും പള്ളിയിൽ ചടഞ്ഞിരിക്കണമെന്ന് അള്ളാഹ് പറഞ്ഞില്ല. സൂറത്തുൽ ജുമയിലെ സൂക്തത്തിൽ ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്, ജുമഅക്ക് ശേഷം നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫളിലിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുക എന്നാണ്. ഒരിക്കലും ഒരു വിശ്വാസി മടിയുള്ളവനാകാൻ പാടില്ല, അലസനായി തീരാൻ പാടില്ല. അധ്വാനിക്കണം. അങ്ങനെ കുടുംബത്തെ പോറ്റണം. സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ അധ്വാനിച്ചുകൊണ്ടുള്ള ഭാഗധേയം നിർവഹിക്കാൻ കഴിയണം. അതിൻ്റെ ധർമ്മവശവും ധാർമ്മികതയും ഒക്കെ നോക്കി നല്ല രൂപത്തിൽ അധ്വാനിച്ച് നല്ല ഉപജീവനത്തിന് വേണ്ടി പടച്ചറബിനോട് തേടി അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നത് അനിവാര്യമാണ്. പ്രവാചകന്മാരൊക്കെ അധ്വാനിക്കുന്ന ആളുകളായിരുന്നു.
ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ ആടിനെ മേയിച്ചിട്ടുണ്ട്. അതേമാതിരി കൊല്ലന്മാരുണ്ടായിരുന്നു, ആട് മേയ്ക്കുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൽ സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമില്ല. പ്രവാചകന്റെ പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹ വലിയ ബിസിനസ്സുകാരിയായിരുന്നു, വലിയ കച്ചവടക്കാരിയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങാടിയിലെ പൂഴ്ത്തിവെപ്പടക്കമുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു വനിതയായ ഉദ്യോഗസ്ഥക്ക്, ഒരു വനിതക്ക് ചുമതല കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഞാൻ പറയുന്നത്, നമ്മൾ അധ്വാനിക്കണം. ഇപ്പോൾ പുതിയ കാലത്ത് എല്ലാവരുടെയും അധ്വാന സാധ്യത ഉപയോഗപ്പെടുത്തുക. എന്തിനേറെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വരെ അധ്വാനിക്കാനുള്ള ഓപ്ഷൻസ്, അവസരങ്ങൾ, സാധ്യതകളുണ്ട്. പുളിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ മുമ്പ് പോയപ്പോൾ വയനാട്ടിൽ നിന്ന് കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, സംസാരിക്കാൻ കഴിയാത്ത ഒരുത്തനെ പിതാവ് അവിടെ കൊണ്ടുപോയി ആക്കിയിരിക്കുകയാണ്. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടിയാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനെ കൊണ്ടാക്കി പിന്നെ 1-2 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ പിതാവിൻ്റെ അവസ്ഥ വന്ന് നോക്കി. ആ സമയത്ത് അവനൊരു 5000 രൂപ ആ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. പിതാവ് അത്ഭുതപ്പെട്ടു പോയി. നല്ല ആരോഗ്യമുള്ള, കണ്ണും കാതൊക്കെ കേൾക്കുന്ന ഒരുത്തൻ വീട്ടിലുണ്ട്, അവൻ്റെ സഹോദരനായിട്ട്. ഇതുവരെ 1 രൂപ അവൻ തന്നിട്ടില്ല. എനിക്കും അതേപോലെ കുടുംബത്തിനും വീട്ടിലും എൻ്റെ ജീവിതത്തിനൊക്കെ പ്രയാസമായി തീരുമെന്ന് വിചാരിച്ച് ഒരു പുനരധിവാസ സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി ഇവനാണല്ലോ എനിക്ക് 5000 തന്നത് എന്ന് അത്ഭുതപ്പെട്ട്, ആശങ്കപ്പെട്ട്, കണ്ണീരണിഞ്ഞ് ചോദിക്കുന്നത് എങ്ങനെയാണ് അവനക്ക് സാധിച്ചത് എന്ന്. ആ സമയത്ത് അവർ പറഞ്ഞു, കുട നിർമ്മാണം. അവന് കണ്ണ് കാണില്ലെങ്കിലും ക്യാരി ബാഗും കുട നിർമ്മാണം അവന് പഠിച്ചു. അങ്ങനെ അവൻ ചെയ്തതിലൂടെ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണിത് എന്ന്. മുസ്ലിം കൗമാരം, മുസ്ലിം യൗവനം, നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ റിസോഴ്സുകൾ, അവധിക്കാലങ്ങൾ, ഏതൊക്കെ തരത്തിൽ ഹലാലായ ധാർമ്മികമായ രൂപത്തിൽ എങ്ങനെ സമ്പാദ്യത്തിൻ്റെ, അധ്വാനത്തിൻ്റെ നല്ല വഴികളൊക്കെ കാണിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഏജൻസികളൊക്കെ ഏതെങ്കിലും ഒരു ട്രഡീഷൻ അനുസരിച്ചുള്ള ചില കർമ്മകാര്യങ്ങൾ മാത്രം ചെയ്ത് കാലം കഴിച്ചു കൂട്ടാതെ കാലത്തിൻ്റെ കൂടെ അതിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് യൗവന കൗമാര സ്ത്രീകൾക്കടക്കം വിധവ പുനരധിവാസം, അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ഉപജീവന പദ്ധതി ഒരുക്കി കൊടുക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഈ തൊഴിലാളി ദിനവും തൊഴിൽ ദിനമൊക്കെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യവും സാധ്യതയും കാലത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. മാത്രവുമല്ല, അതിൽ തൊഴിലാളി ദിനത്തിൽ തൊഴിലാളികളുടെ അവകാശവും അല്ലെങ്കിൽ തൊഴിലാളി മുതലാളി വർഗ സംഘടനകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിൻ്റെ ചരിത്രത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിലേക്ക് തൊഴിലാളികൾ വരും. അതല്ലെങ്കിൽ നമ്മളും തൊഴിലാളിയാകും. നമ്മുടെ കീഴിൽ തൊഴിലാളികളുണ്ടാകും, സ്ഥാപനം നടത്തുന്നവരുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, പ്രവാചക വചനങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഒരു തൊഴിലാളി തൊഴിലെടുത്ത് കഴിഞ്ഞാൽ അവൻ്റെ വിയർപ്പ് വറ്റുന്നതിൻ്റെ മുമ്പ് ആ കൂലി കൊടുക്കണമെന്നാണ്. ആ കൂലി പ്രതിഫലം നമ്മൾ കൊടുക്കണം, വിയർപ്പ് വറ്റുന്നതിൻ്റെ മുമ്പ്. എത്ര മാനവികമാണ്! തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള വർഗ സംഘടനമല്ല ഇസ്ലാമിലെ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അത് ഗുണകാംക്ഷയുടെ, മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ നല്ല അനുഭവങ്ങളാണ്. മാത്രവുമല്ല, ഭാരമുള്ള ജോലിയാണ് നിങ്ങളുടെ തൊഴിലാളി നിങ്ങൾ സഹോദരനെ ഏൽപ്പിച്ചത് എങ്കിൽ അവനോട് നിങ്ങൾ സഹായിക്കണം, ആ തൊഴിലിൽ നിങ്ങൾ സഹായിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. പിന്നെയും പ്രവാചകൻ പറഞ്ഞു, പരലോകത്ത് ഞാൻ 3 ആളുകൾക്ക് എതിര് നിൽക്കുമെന്നാണ്. ആ 3ാമത്തെ ആളെന്ന് പറയുന്നത് ഒരാൾ ജോലിക്ക് വിളിച്ചിട്ട് അവൻ്റെ കൂലി കൊടുക്കാതെ അതിൽ അനാസ്ഥ വരുത്തിയവന് എതിരെ ഞാൻ പരലോകത്ത് എതിര് നിൽക്കുന്നതാണ്, വാദിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊഴിലാളികളായിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോട് ഏറ്റവും നല്ല സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ്. അതേപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന ആളുകളും അവർക്കൊക്കെ അവകാശങ്ങളും ബാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിൽ കുറക്കുന്നവർക്ക് നാശെന്നാണ്. ഏതെങ്കിലും ബക്കാലയിൽ കച്ചവടത്തിലിരുന്ന് പഞ്ചസാരയും അരിയും തൂക്കുന്ന സമയത്ത് അളവിൽ കുറക്കുക എന്നത് മാത്രമല്ല, അങ്ങനെ ആളുകളെ വഞ്ചിക്കുക, പറ്റിക്കുക എന്ന ആശയം മാത്രമല്ല ആയത്തിൻ്റെ പരിധിയിൽ വരുന്നത്. വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിൽ കുറക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത യാത്രകൾക്കിടക്ക് എന്തൊരു ജോലിയാണോ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് എങ്കിൽ ആ ജോലി മുതലാളിയെ പറ്റിച്ച്, ഏൽപ്പിക്കപ്പെട്ട ആളെ ഏൽപ്പിച്ച ആളെ പറ്റിച്ച് നമ്മളതിൽ കുറവ് വരുത്തി, ആത്മാർത്ഥതയില്ലാതെ വീഴ്ച വരുത്തി ചെയ്യുന്നതൊക്കെ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ട് മുതലാളി കണ്ടാലും കണ്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്ന ഓർമ്മ വേണം. ഇബ്നുൽ മുബാറക്
ഒരു തോട്ടത്തെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ആ തോട്ടത്തിൻ്റെ മുതലാളി വന്ന് പഴുത്ത ഒരു പഴമെടുത്തു തരാൻ പറഞ്ഞു. കൊടുക്കുന്നതൊക്കെ പുളിയാണ്. എന്താണ് നിനക്ക് ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തിട്ട് ഒരു മധുരമുള്ള പഴം ഏതാണ് എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നേ വരെ അതിൽ നിന്ന് ഞാൻ പഴം കഴിച്ചിട്ടില്ല. പെർമിഷൻ, അനുവാദമില്ലാതെ കഴിച്ചിട്ടില്ല, ഇന്നേ വരെ ഭക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ്. ആ ഇബ്നുൽ മുബാറക്കിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നുൽ മുബാറക്കായി പിന്നെ താബിഈ വലിയ പണ്ഡിതനായി മാറി എന്നാണ്. അത്രത്തോളം സൂക്ഷിക്കാനും സൂക്ഷ്മത പുലർത്താനും സാധിച്ചിട്ടില്ലെങ്കിലും അത്രമേൽ സൂക്ഷ്മത നമ്മുടെ ജോലിയിൽ കാണിക്കുന്നിടത്താണ് ഹലാലായ ഉപജീവനം ഉണ്ടാവുക. വഞ്ചിച്ചും പറ്റിച്ചുമൊന്നും നമ്മൾ ജോലി സാധ്യതകൾ നോക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് ഉപദേശിക്കാൻ കഴിയണം. ജോലിക്ക് പോകുന്ന മക്കളോട് മാതാപിതാക്കൾക്ക് ഉപദേശിക്കാൻ കഴിയണം. മോനെ, നമ്മുടെ വയറുകളിലേക്ക് ഹറാം നീ ഭക്ഷിപ്പിക്കരുത്. 1 കോടി അന്യായമായി ഉണ്ടാക്കുന്നതിനേക്കാൾ, ഹറാമായി സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് 1 രൂപ ഹലാലായി ഉണ്ടാക്കുന്നതാണ്. പട്ടിണി ഞങ്ങൾ കിടക്കാം, പക്ഷെ ഹറാം ഞങ്ങളെ ഭക്ഷിപ്പിക്കരുത് എന്ന് ഇണകളോട് ജോലിക്ക് പോകുന്നവരോട് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതയാത്രകളിൽ പാലിക്കേണ്ട മര്യാദകളെ, വിധിവിലക്കുകളെ, സൂക്ഷ്മതാബോധത്തെ, ധർമ്മനിഷ്ഠയെ മുഖവിലക്കെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി അർത്ഥിക്കുന്ന വിനയാന്യതരായ വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹം മഴയായി ഞങ്ങൾ നീ വർഷിപ്പിക്കണമേ നാഥ. ചൂടേറിക്കൊണ്ടിരിക്കുന്ന ഉഷ്ണതരംഗം കൊണ്ട് പല ആളുകളും ഇതിനകം മരണപ്പെട്ടു. അള്ളാഹുവെ, അത്തരത്തിലുള്ളത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ, തണുപ്പ് നൽകണമേ, ജലം നൽകണമേ നാഥ. അള്ളാഹുവെ, അനുഗ്രഹം നിഷേധിക്കപ്പെടുന്ന വിധത്തിലുള്ള പാപങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ പുറത്തു തരണമേ നാഥ. പരിഹാരത്തിൻ്റെ നന്മയിലേക്ക് സന്മനസ്സോടെ പ്രവേശിക്കുവാനുള്ള തഖ്വ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണമേ. റമളാനിൻ്റെ നന്മയുടെ തുടർച്ചയോട് വിട പറയാതെ മുന്നേറുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ, കുറവുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹുവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർ അള്ളാഹുവെ നിരന്തരമായി നിന്നോട് ചോദിക്കുകയാണ് ഗസക്ക് വേണ്ടി. ആ നാടിന് നീ നിർഭയത്വം നൽകണമേ. അവരുടെ പോരാട്ടത്തിന് നീ വഴിത്തിരിവ് നൽകണമേ. അതിനവസാനം ബൈത്തുൽ മഖ്ദിസിൻ്റെ വിമോചനത്തിലേക്ക് എത്തിക്കണമേ നാഥ. കൊല്ലപ്പെട്ടവർക്ക് ഷഹാദത്ത് നൽകണമേ.